ഒരുപാട് ഡിലേസിന് ശേഷം ആക്ഷൻ ഹീറോ ബിജു തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ് ഈ ഫെബ്രുവരി 4-ാം തീയതി. പേര് കേൾക്കുന്നത് പോലെ ഒരു ഭീകര സിനിമയൊന്നും അല്ല ഇത്, പക്ഷേ ഒരു സോൾഫുൾ മൂവിയാണ് എന്നാണ് നിവിൻ പോളി പറയുന്നത്. നിവിൻ പോളിയാണ് ഇതിലെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. മാത്രമല്ല ഒരു പ്രൊഡ്യൂസറായിട്ട് നിവിൻ്റെ ആദ്യത്തെ ഫിലിം കൂടിയാണ് ആക്ഷൻ ഹീറോ ബിജു. സാധാരണ മലയാള സിനിമകളിൽ കാണുന്ന പോലെ ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലറോ അഡ്വഞ്ചറസ് ഫിലിമോ ഒന്നുമല്ല ആക്ഷൻ ഹീറോ ബിജു. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ എത്തുന്ന ഒരു സിമ്പിൾ ഫിലിമാണിത്. ലൈക്ക് ഇൻസ്പെക്ടർ ബൽറാം ഓർ ഭരത് ചന്ദ്രൻ IPS. എന്തായാലും പോലീസ് ക്യാരക്ടറായിട്ട് അഭിനയിക്കുക എന്ന നിവിൻ്റെ ഡ്രീം കം ട്രൂ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ സിനിമ. പിന്നെ ഈ ഫിലിമിന്റെ റിലീസ് ഇത്രയധികം വൈകിച്ചത് ക്രൂ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നിവിൻ പറയുന്നത്. പ്രേമത്തിനും ഇവർ ഇതേ ടെക്നിക്കാണ് യൂസ് ചെയ്തത് അത്രേ. ഫിലിമിന്റെ ക്വാളിറ്റി നന്നാക്കാനായിട്ടാണ് തിരക്ക് പിടിച്ച് റിലീസ് ചെയ്യാതിരുന്നത് എന്നും നിവിൻ പറഞ്ഞു. വിശിഷ്ടാതിഥികൾ ശ്രീ ഡേവിഡ് പോളി, യുവജനോത്സവത്തിനും കലോത്സവം നടക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് അവധിയായിരുന്നു.